അന്നേരം മണിയാശൻ തന്നെ മാധ്യമമുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാണ്. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPMനെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPMനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. എല്ലാവിധമായ ഒരു തലമുതിർന്ന പ്രവർത്തകരെന്ന രൂപത്തിൽ CPMൻ്റെ എല്ലാ പ്രവർത്തകരും അദ്വൈതത്തോടും മാന്യമായാണ് പെരുമാറുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ CPMനെയും മണിയാശാനെയും വിമർശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് CPIയുടെ കാര്യം അദ്ദേഹം നോക്കട്ടെ. CPMൻ്റെ മാർഗരേഖയും CPMൻ്റെ പ്രവർത്തകർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നും CPMൻ്റെ പ്രവർത്തകന്മാർക്ക് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാനും ഞങ്ങൾ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ശിവരാമൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI നേതൃത്വം പരിശോധിച്ചാൽ മതി. ഒരു കഴമ്പില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തല്ലോ. അത് അയാളോടുള്ള മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയാണ് അയാൾക്ക് പണം കൊടുത്തു. അയാളെ വീട്ടുകാരോട് സംസാരിച്ചു. ബാങ്കിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കാനുള്ള പൈസ കണക്ക് കൂട്ടിയപ്പോൾ 1 ലക്ഷം രൂപ കൂടുതലായിരുന്നു. അവരാ 1 ലക്ഷം രൂപ കുറച്ചാണ് മേടിച്ചിട്ടുള്ളത്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല മാനസിക ഐക്യത്തിലാണ് CPM പോകുന്നത്, ആ ഭരണസമിതി പോകുന്നത്. കുടുംബം തന്നെ ആരോടും ഉന്നയിച്ചിരുന്നു. അത്തരത്തിലൊരു ശബ്ദം പുറത്തു വരികയും പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ ആ വിഷയത്തിൽ? അതിനകത്തിപ്പോൾ സജി ഞാനതെന്ന് തന്നെ പറഞ്ഞല്ലോ. സജി ദീർഘകാലമായി സംസാരിച്ച സമയത്ത് വന്ന ഒരു സംസാരമധ്യേ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആ നിയമപരമായി പോലീസ് അന്വേഷിക്കട്ടെന്ന്. അത് കേസൊന്നും നിലനിൽക്കാനുള്ള ഒരാളെ സംസാരമധ്യേ വന്ന ഒരു വാക്കെടുത്ത് CPM വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നിങ്ങളത് ഉപയോഗിച്ചു. അല്ല അത് ഉപയോഗിച്ചു അത് ഉപയോഗിച്ചു. ഒരാളോട് അടികൊള്ളേണ്ട സമയമാണെന്നല്ല പറഞ്ഞ് തടി മേടിക്കേണ്ടതായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അവരോട് സംബന്ധിച്ച് പറഞ്ഞില്ലല്ലോ. ഒരു പരാതി പറഞ്ഞു. ആ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചോട്ടെ. ഏതെങ്കിലും ഇന്ത്യയിൽ അനുവദിക്കുന്ന ഏതെങ്കിലും പീനൽ കോഡ് അനുസരിച്ച് സജിയുടെ പേരിൽ ഏതെങ്കിലും കേസ് നിലനിൽക്കുന്ന വരട്ടെ. അന്നേരം ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സജിയുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ കാര്യമായ പിഴവുണ്ടാക്കിയിട്ടില്ലെന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സജിയുടെ അഭിപ്രായം ചോദിക്കുമല്ലോ. അത് കേട്ടല്ലോ, ഞാൻ തന്നെ കേട്ടപ്പോൾ തന്നെ ഞാൻ അന്ന് തന്നെ കൂടെ പറഞ്ഞല്ലോ. അങ്ങനെ സംസാരമധ്യേന ഒരു വാക്ക് വന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും നടപടി എടുക്കേണ്ടതായ സാരിയില്ല.